അശോകവനത്തിൽ സീതാദേവിക്ക് കൂട്ടായിരുന്നവളും ലങ്കാധിപതിയുടെ ക്രൂരതകൾ അനുഭവിച്ചിരുന്ന ഒരുവൾ പിൽക്കാലത്ത് ആ ലങ്കാധിപതിയുടെ ലങ്കയുടെ മഹാറാണിയായി തീർന്നുകൊണ്ടു. കൂടാതെ ശ്രീരാമൻ്റെ പരമഭക്തനും രാവണൻ്റെ സഹോദരനുമായ വിഭീഷണൻ അവളുടെ സിന്ദൂരരേഖയിലെ കുങ്കുമമായിരുന്നു. അവളുടെ നാമമാകുന്നു സാരമ. രാമായണത്തിലെ പ്രതിനായകനായിരുന്നവൻ രാമൻ്റെ വാമഭാഗവും ധരണീപുത്രിയുമായ സീതാദേവിയെ അപഹരിക്കുകയും സീതാദേവിയെ ലങ്കയിൽ അശോകവനത്തിൽ വസിപ്പിക്കുകയും ചെയ്തു. ദേവി അവിടെ വിരഹിണിയും ദുഃഖിതയുമായി രാമചന്ദ്രൻ വരുന്നതും കാത്ത് കഴിഞ്ഞു. എന്നാൽ സീതാദേവിക്ക് കാവലായും സേവനം ചെയ്യുവാനായും രാവണൻ തൻ്റെ സേവകരും ദാസരുമായ ഒരു കൂട്ടം രാക്ഷസികളെ നിയോഗിച്ചു. അതിൽ സീതാസേവകയായി നിലകൊണ്ട ഒരുവളാകുന്നു വിഭീഷണ പത്നി സാരമ. അവൾ രാക്ഷസിയായിരുന്നെങ്കിലും ഒരു തരത്തിലുള്ള രാക്ഷസ സ്വഭാവവും അവളിലില്ലായിരുന്നു. സീതാദേവിയുമായി വളരെ സൗഹൃദത്തിലുമായിരുന്നു സാരമ. അതിന് ഉത്തമ ഉദാഹരണമായ ഒരു സംഭവം ഇപ്രകാരമാകുന്നു. സീതയെ സ്വന്തമാക്കുക എന്ന ദുരാഗ്രഹത്താൽ രാവണൻ തൻ്റെ മായാശക്തിയാൽ രാമൻ്റെ ശിരസ്സും അമ്പും വില്ലും രൂപകൽപ്പന ചെയ്ത് സീതാദേവിയുടെ മുൻപാകെ കൊണ്ടുവന്നു. ശേഷം നിന്റെ രഘുനന്ദനൻ യുദ്ധത്തിൽ മൃതിയടഞ്ഞുവെന്നും അതിനാൽ തന്നെ സീതാദേവി രാവണനെ വിവാഹം കഴിക്കണമെന്നും ആവശ്യമുന്നയിച്ചു. മടങ്ങി. എന്നാൽ തൻ്റെ പതിയുടെ ചേതനേറ്റ ശിരസ് കണ്ട് വിലപിച്ച സീതാദേവിയുടെ സമീപം സാരമയും പുത്രിയായ സീതാദേവിയുടെ മറ്റൊരു സേവകയും സുഹൃത്തുമായ ത്രിജടയും ഉണ്ടായിരുന്നു. എന്നാൽ സീതാദേവിയുടെ ദുഃഖം കണ്ട് ദേവിയെ ആശ്വസിപ്പിക്കുകയും രാവണൻ്റെ മായയുടെ ഫലമായി ഈ കണ്ടതെല്ലാം എന്നും രാമചന്ദ്രപ്രഭുവിന് യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്നും സുഗ്രീവ സൈന്യത്തോടു കൂടി ചേർന്ന് സീതാപതി ലങ്കയിൽ പ്രവേശിച്ചുവെന്നും ആ കാഴ്ച തൻ്റെ നേത്രങ്ങളാൽ താൻ കണ്ടുവെന്നും അങ്ങനെയുള്ള ശുഭസന്ദേശം സീതാദേവിയോട് സാരമ അറിയിച്ചു. സീതാദേവിയുടെ തോഴിയായ സാരമ ഒരു ഗന്ധർവൻ്റെ പുത്രിയാകുന്നു. അവൾ പിറവി കൊണ്ടത് മാനസ സരോവരത്തിൻ്റെ തീരത്താകുന്നു. അവൾ ജനിച്ച് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും സരോവരത്തിലെ ജലം ഉയർന്നു. അത് ദർശിച്ചുകൊണ്ട് കുഞ്ഞു സാരമ വിലപിച്ചു. അവളുടെ കരച്ചിൽ കണ്ട് അവളുടെ മാതാവ് സരോവരവർദ്ധത എന്നരുളി. അതായത് തടാകമേ ഉയരരുത് എന്നതാകുന്നു അതിൻ്റെ അർത്ഥം. അതിനാൽ തന്നെ കുഞ്ഞിന് സാരമ എന്ന് നാമമായി. രാമവിജയത്തിന് ശേഷം സീതാദേവിയെ വീണ്ടെടുത്തുകൊണ്ട് ഏവരും അയോധ്യയിലേക്ക് മടങ്ങി. ശേഷം അയോധ്യയിൽ ഉത്സവതുല്യമായ ശ്രീരാമ പട്ടാഭിഷേകം നടക്കും വേളയിൽ ലങ്കയുടെ മഹാരാജാവായ വിഭീഷണനും അദ്ദേഹത്തിൻ്റെ പത്നിയായ സാരമയും പുഷ്പക വിമാനത്തിൽ അയോധ്യയിലേക്ക് ഗമിച്ചുവെന്ന് ആനന്ദരാമായണത്തിൽ വ്യക്തമാക്കുന്നു. രാവണവധത്തിന് ശേഷം ലങ്കയുടെ അധിപതിയായ വിഭീഷണൻ്റെ മഹാറാണിയായി സാരമ ജീവിച്ചു.